ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മാസ്റ്റേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയിലെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റത്തെ പോർഷൻസ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് 2 പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 3ാമത്തെ പാർട്ടാണ്. നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. പിന്നെ എന്താണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഒക്കർ ചെയ്യുമ്പം പാർട്ടിക്കിൾസിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, അതിൻ്റെ എനർജി ലെവൽ, അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നമ്മൾ പഠിച്ചു. ദെൻ ഡിഫ്യൂഷനെ പറ്റി നമ്മൾ പഠിച്ചു. ദെൻ മിക്സ്ചേഴ്സും അതുപോലെ പ്യുവർ സബ്സ്റ്റൻസസും എന്താണെന്ന് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഹൗ വി ക്യാൻ സെപ്പറേറ്റ് കമ്പണൻസ് ഓഫ് എ മിക്സ്ചർ. ഒരു മിക്സ്ചറിലെ കമ്പണൻസ് നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, അതിന് എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതോടുകൂടെ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിയും. ആരെങ്കിലും ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. ടോപ്പിക് ഈസ് സെപ്പറേറ്റിംഗ് ദ കമ്പണൻസ് ഓഫ് എ മിക്സ്ചർ. We all know that what are pure substances and mixtures. അല്ലേ, പ്യൂർ സബ്സ്റ്റൻസസ് എന്തായിരുന്നു? മെറ്റീരിയൽസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഐഡൻറ്റിക്കൽ നേച്ചർ. അല്ലേ, ഐഡൻറ്റിക്കൽ നേച്ചറുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമ്മൾ പ്യൂർ സബ്സ്റ്റൻസ് എന്ന് പറയും. ആൻഡ് സബ്സ്റ്റൻസസ് മെയ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് നേച്ചർ, ദെൻ they are called mixtures. Then how we can separate components of a mixture? നമുക്കറിയാവുന്ന കുറേ എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ, നമ്മൾ ഡെയിലി വീട്ടിലൊക്കെ കാണുന്ന കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എങ്ങനെയാണ് ചായയിൽ നിന്നും ടീ ഡ്രഗ് അല്ലെങ്കിൽ ആ ടീ പൗഡർ സെപ്പറേറ്റ് ചെയ്യുക? ഇതുപോലെയുള്ളൊരു സ്ട്രെയിനർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ചായയിൽ നിന്നും അതിൻ്റെ ചായയുടെ ചണ്ടി സെപ്പറേറ്റ് ചെയ്യും. അതല്ലാതെ അരിയൊക്കെ പാറ്റി കളയുന്ന കണ്ടിട്ടില്ല, അരിയിൽ നിന്നും ഇതുപോലെ എന്ത് ചെയ്യും, വിന്നോവിങ് എന്നാണ് അതിന് പറയുക. അല്ലെങ്കിൽ ഒരു മുറത്തിലിട്ട് ഇങ്ങനെ ചെറി കളയുന്നതിന് നമ്മൾ വിന്നോവിങ് എന്ന് പറയും. കാറ്റിൻ്റെ ഹെൽപ്പിലൂടെ ഭാരം കുറഞ്ഞ പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യും, അതിൽ നിന്നിങ്ങനെ ചെറി കളയും. അതും ഒരു തരത്തിൽ എന്താണ്, സെപ്പറേഷനാണ്. ഇനി എന്താണ്, അരിയിൽ നിന്നൊക്കെ കല്ല് പെറുക്കി കളയുന്ന കണ്ടിട്ടില്ലേ, അതും ഒരു സെപ്പറേഷനാണ്. വേറെ എന്താ നമ്മൾ കണ്ടിട്ടുള്ളത്, വെണ്ണ ഉണ്ടാക്കണ കണ്ടിട്ടില്ലേ, തൈര് കടഞ്ഞ് വെണ്ണ ഉണ്ടാക്കുന്നത്, അതും ഒരു തരം സെപ്പറേഷൻ മെത്തേഡാണ്. ഇങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ, കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സെപ്പറേറ്റിംഗ് ഹസ്ക് ഫ്രം പാടി, നെല്ലിൽ നിന്നും പതിര് വേർതിരിക്കുക. സെപ്പറേറ്റിംഗ് ടീ ഡ്രഗ് ഫ്രം ടീ, നമ്മളെ ചായയിൽ നിന്നും ചായയുടെ ചണ്ടി അരിച്ചു മാറ്റുന്നത്. അതുപോലെ സെപ്പറേറ്റിംഗ് കോമൺ സോൾട്ട് ഫ്രം സീ വാട്ടർ, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത്. ഇതെല്ലാം എന്താണ്, സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് ആണ്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ തരം സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് ആണ് ഉള്ളതെന്ന്. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ഒക്കേഷൻ തന്നിട്ടുണ്ട്, ദെൻ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ, പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. നോക്കിക്കേ, ഫസ്റ്റ് വൺ, ടീ ഡ്രഗ് ഫ്രം ടീ, ചായയിൽ നിന്നും ചായയുടെ ചണ്ടി വേർതിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ സാധാരണ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുക ചെയ്യുന്നത് അല്ലേ. ആ മെത്തേഡിന് പറയുന്ന പേരാണ് ഫിൽട്രേഷൻ. അവിടെ നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, ചായയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക, ടീയിൽ വാട്ടറും കാണും, അതുപോലെ ടീ പൗഡറും ഇട്ട് അല്ലേ, ഷുഗറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുക. അപ്പോൾ അവിടെയുള്ള പാർട്ടിക്കിൾസിൻ്റെ സൈസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. വാട്ടർ പാർട്ടിക്കിൾസിൻ്റെ അതുപോലെ ടീ പൗഡറിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് എന്തായിരിക്കും, ഡിഫറൻസ് ആയിരിക്കും. ആ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദ പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഈസ് ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിൻ്റെ സൈസിലുള്ള ഡിഫറൻസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, കോമൺ സോൾട്ട് ഫ്രം സീ വാട്ടർ, നമുക്ക് കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്കറിയാം, നമുക്ക് സീ വാട്ടറിനെ എടുത്തിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തവശേഷിക്കും, അവിടെ സോൾട്ട് അവശേഷിക്കും. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇവാപ്പറേഷൻ ആണ്, അറിയാവുന്നൊരു മെത്തേഡ് തന്നെയാണ്. ഈ ഇവാപ്പറേഷനിൽ നമ്മൾ ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിരിക്കുന്നത്, സോൾട്ടും ഉണ്ട്, അതുപോലെ വാട്ടറിൻ്റെയും കമ്പണൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെയുള്ള വാട്ടർ കമ്പണൻറ്റിന് എന്തിന് പ്രോപ്പർട്ടി ഉണ്ട്, ഇവാപ്പറേറ്റ് ആയി പോകാനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവിനെയാണ് നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. സോൾട്ടിന് ആ കഴിവുണ്ടോ? ഇല്ല. അപ്പോൾ സോൾട്ട് എന്ത് ചെയ്യും, അവിടെ അവശേഷിക്കും. അങ്ങനെ നമുക്ക് സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരുന്ന പ്രോപ്പർട്ടി നോക്കിക്കേ, ഇവാപ്പറേറ്റീവ് ബിഹേവിയർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഇവാപ്പറേറ്റീവ് നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്.
ദെൻ ചാഫ് ഫ്രം പാടി, നമ്മൾ നെല്ലിൽ നിന്നും പതിര് വേർതിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനെന്താ പറയുക, ഒരു മുറത്തിലിട്ട് ഇങ്ങനെ പാറ്റി പാറ്റി കളയില്ലേ, അതിന് നമ്മൾ പറയുന്ന പേരാണ് വിന്നോവിങ്. വിന്നോവിങ്ങിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, നമുക്കറിയാം ആ പാഡീൻ്റെയും ചാഫിൻ്റെയും പാർട്ടിക്കിൾസ് തമ്മിൽ എന്തുണ്ട്, വെയിറ്റിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ. നെല്ലും പതിരും തമ്മിൽ വെയിറ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. പതിരിന് ഭാരം കുറവായിരിക്കും. അപ്പോൾ ആ വെയിറ്റ് ഡിഫറൻസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ദ പ്രോപ്പർട്ടി യൂസ്ഡ് ഈസ് വെയിറ്റ് ഡിഫറൻസ് ഓഫ് ദ കമ്പോണൻസ്. ദെൻ ലാസ്റ്റ് വൺ, അയൺ പൗഡർ ഫ്രം എ മിക്സ്ചർ ഓഫ് അയൺ പൗഡർ ആൻഡ് അലുമിനിയം പൗഡർ. അലുമിനിയം പൗഡറിൻ്റെയും അയൺ പൗഡറിൻ്റെയും ഒരു മിക്സ്ചർ ഉണ്ട്. അതിൽ നമുക്ക് എന്തിന് മാത്രം സെപ്പറേറ്റ് ചെയ്യണം, അയൺ പൗഡറിന് മാത്രം സെപ്പറേറ്റ് ചെയ്യണം. നമുക്കറിയാം ഒരു മാഗ്നറ്റ് യൂസ് ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയൺ പൗഡറിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ദ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഈസ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ദെൻ വാട്ട് ഈസ് എ പ്രോപ്പർട്ടി ബിഹൈൻഡ് ദിസ്, മാഗ്നറ്റിക് നേച്ചർ ഓഫ് എലമെൻറ്റ്സ്. നമുക്ക് അയൺ പൗഡറിന് എന്തുണ്ട്, മാഗ്നറ്റിക് നേച്ചർ ഉണ്ട് എന്നറിയാം. അപ്പോൾ ആ എലമെൻറ്റിൻ്റെ മാഗ്നറ്റിക് നേച്ചറാണ് നമ്മളവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, ഇവിടെ എല്ലാം നമ്മൾ സെപ്പറേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്, കമ്പോണൻസിന് എന്തെങ്കിലും പ്രോപ്പർട്ടി ആണ് അല്ലേ. ഡിഫറൻസ് ഇൻ സൈസ്, ഇവാപ്രേറ്റീവ് ബിഹേവിയർ, വെയിറ്റ് ഡിഫറൻസ്, അതുപോലെ മാഗ്നറ്റിക് നേച്ചർ, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, മിക്സ്ചറിന് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. So the choice of method of separation of components depends on the properties of components of mixture. ആ മിക്സ്ചറിലുള്ള കമ്പോണൻസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഉപയോഗിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ എന്ന് നോക്കാം. തേർഡ് ഈസ് ഡിസ്റ്റിലേഷൻ. നമ്മൾ കണ്ടിരുന്നു കോമൺ സോൾട്ട് നമ്മൾ സീ വാട്ടറിൽ നിന്ന് എങ്ങനെയായിരുന്നു സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇവാപ്രേഷൻ വഴിയായിരുന്നു സെപ്പറേറ്റ് ചെയ്തത് അല്ലേ. പക്ഷേ ഇവാപ്രേറ്റ് ചെയ്തപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവാപ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്തിന് മാത്രമേ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, സോൾട്ടിനെ മാത്രമേ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സീ വാട്ടറിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് സീ വാട്ടറിന് പ്യുവർ ആയിട്ടുള്ള വാട്ടർ ഉണ്ടാക്കണം, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമുക്ക് വാട്ടറും വേണം സോൾട്ടും വേണം. ഇപ്പം രണ്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് ഡിസ്റ്റിലേഷൻ. സോ ഡിസ്റ്റിലേഷൻ്റെ ഫിഗറാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. ഈ ഡിസ്റ്റിലേഷനിൽ നമ്മൾ എന്താ ചെയ്യുക, ഇതുപോലെയുള്ള ഒരു റൗണ്ട് ഫ്ലാസ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സീ വാട്ടർ എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളതിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്കറിയാം വാട്ടറിനെ ഇവാപ്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ. അത് എന്ത് ചെയ്യും, ഇവാപ്രേറ്റ് ചെയ്തിട്ട് ഇതുവഴി പോയിട്ട് ഈ ഫ്ലാസ്കിൽ നമുക്ക് ശേഖരിക്കാൻ പറ്റും. പക്ഷേ സോൾട്ടിന് എന്തിനുള്ള കഴിവില്ല, ഇവാപ്രേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ ലാസ്റ്റ് സോൾട്ട് എന്ത് ചെയ്യും, ഈ ഫ്ലാസ്കിൽ റിമെയിൻ ചെയ്യും. റൗണ്ട് ഫ്ലാസ്കിൽ ബോട്ടത്തിൽ എന്തുണ്ടാവും, സോൾട്ട് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെയുള്ള സ്ഥലത്ത് നിന്ന്, അതായത് ഈ ഫ്ലാസ്കിൽ നമുക്ക് എന്ത് കിട്ടും, പ്യുവർ ആയിട്ടുള്ള വാട്ടറും കിട്ടും. ഇവിടെ റിമെയിൻ ചെയ്തിട്ട് എന്തുണ്ടാവും, സോൾട്ടും ഉണ്ടാവും. അപ്പോൾ സോൾട്ടിനെയും സെപ്പറേറ്റ് ചെയ്യാം, അതുപോലെ പ്യുവർ വാട്ടറിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര്, ദിസ് കൈൻഡ് ഓഫ് സെപ്പറേഷൻ ഈസ് നോൺ ആസ് ഡിസ്റ്റിലേഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഈ ഡിസ്റ്റിലേഷൻ എന്ന്. ഡിസ്റ്റിലേഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്ക് എന്താണ് നമ്മൾ ഡിസ്റ്റിലേഷനിൽ ചെയ്യുന്നതെന്ന്. കോമൺ സോൾട്ട് സൊല്യൂഷൻ ഈസ് ടേക്കൺ ഇൻ എ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ നമ്മൾ എടുത്തിട്ടുള്ളത് എന്താണ്, സോൾട്ടിൻ്റെ സൊല്യൂഷനാണ്. നമുക്കറിയാം സോൾട്ട് സൊല്യൂഷനിൽ എന്തിൻ്റെ കമ്പോണൻസ് ഉണ്ടാവും, സോൾട്ട് കമ്പോണൻസ് ഉണ്ടാവും, വാട്ടർ കമ്പോണൻസ് ഉണ്ടാവും. ഓൺ ഹീറ്റിംഗ് ദ സൊല്യൂഷൻ വാട്ട് ഹാപ്പൻസ്, നമുക്കറിയാം ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, വാട്ടർ ഹാസ് ഇവാപ്രേറ്റീവ് നേച്ചർ അല്ലേ. വാട്ടറിന് എന്തിനുള്ള കഴിവുണ്ട്, ഇവാപ്രേറ്റ് ചെയ്യാനുള്ള. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വാട്ടർ വേപ്പറായിട്ട് മാറും. അങ്ങനെ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്ന വാട്ടർ വേപ്പർ ഏത് വഴി കടന്നു പോകും, ഇതുവഴി കടന്നു പോകും. ഇവിടെയാണ് നമുക്ക് എന്തുള്ളത്, കണ്ടൻസർ എന്ന് പറയുന്ന പാർട്ടുള്ളത്. ഈ കണ്ടൻസറിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. കണ്ടൻസർ എന്ന് പറയുന്നത് ഇതിലൂടെ നമ്മൾ കൊടുക്കുന്ന വാട്ടർ എന്ന് പറയുന്നത് കോൾഡ് വാട്ടർ ആയിരിക്കും, തണുത്ത വെള്ളമായിരിക്കും. നമ്മുടെ വാട്ടർ വേപ്പർ എന്തായിരിക്കും, ഹോട്ടായിരിക്കും. ആ ഹോട്ട് വാട്ടർ വേപ്പർ കണ്ടൻസർ വഴി കടന്നു പോകുമ്പോൾ അത് എന്തായിട്ട് മാറും, കോൾഡായിട്ട് മാറും. ആ വെള്ളത്തിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ കണ്ടൻസർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ തണുത്ത കോൾഡായിട്ടുള്ള വാട്ടർ എവിടെ വന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, ഇവിടെ ഈ ഫ്ലാസ്കിൽ വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ കിട്ടുന്ന വാട്ടർ എന്തായിരിക്കും, പ്യുവർ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പ്യുവർ വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇനി ബാക്കി എന്താ ഉണ്ടാവുക, നമുക്കറിയാം ഇവിടെ സോൾട്ടും ഉണ്ടായിരുന്നു, വാട്ടറും ഉണ്ടായിരുന്നു അല്ലേ. വാട്ടർ മുഴുവൻ എന്തായിട്ട് മാറും, വാട്ടർ വേപ്പറായി. അത് കണ്ടൻസർ വഴി പോയി ഇവിടെ പ്യുവർ വാട്ടറായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ദെൻ വാട്ട്സ് റിമൈനിങ് ഹിയർ, ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, സോൾട്ട് മാത്രമേ ഉള്ളൂ. ഈ സോൾട്ടിന് എന്ത് നേച്ചർ ഇല്ല, സോൾട്ട് ഇവാപ്രേറ്റ് ചെയ്യുമോ, ഇല്ല അല്ലേ. അപ്പം സോൾട്ടിന് ആ നേച്ചർ ഇല്ലാത്തതുകൊണ്ട് തന്നെ സോൾട്ട് എവിടെ കിടക്കും, ഈ ഫ്ലാസ്കിൽ റിമൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് സോൾട്ടും കിട്ടും, ഇവിടെ നമുക്ക് പ്യുവർ വാട്ടറും കിട്ടും. അപ്പം ഇങ്ങനെ നമുക്ക് സോൾട്ടിനെയും സെപ്പറേറ്റ് ചെയ്യാം, പ്യുവർ വാട്ടറിനെയും സെപ്പറേറ്റ് ചെയ്യാം. ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്റ്റിലേഷൻ. ഈ ക്വസ്റ്റ്യൻസിനൊന്ന് ആൻസർ നോക്കിക്കേ.
വിച്ച് കമ്പണൻറ്റ് ഇവാപ്രേറ്റ്. ഇവിടെ ഇവാപ്രേറ്റ് ആയ കമ്പണൻറ്റ് എന്താണ്? വാട്ടർ ആണ് അല്ലേ. അപ്പോൾ വാട്ടർ ഇവാപ്രേറ്റ്സ്. വിച്ച് സബ്സ്റ്റൻസ് വിൽ റിമെയിൻ ഇൻ ദ ഫ്ലാസ്ക്. ഏത് സബ്സ്റ്റൻസ് ആ ഫ്ലാസ്കിൽ റിമെയിൻ ചെയ്തത്? സോൾട്ട് ആണ്. വാട്ട് ഈസ് ദ റീസൺ? സോൾട്ട് ഹാസ് നോ ഇവാപ്രേറ്റീവ് നേച്ചർ അല്ലേ. ഇവാപ്രേറ്റീവ് നേച്ചർ സോൾട്ടിന് ഇല്ല. അതുകൊണ്ടാണ് സോൾട്ട് എന്ത് ചെയ്തത്? അവിടെ റിമെയിൻ ചെയ്തത്. നോക്കിക്കേ, വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ വേപ്പർ വെൻ ഇറ്റ് പാസസ് ത്രൂ ദ കണ്ടൻസർ. കണ്ടൻസർ വഴി കടന്നു പോകുമ്പോൾ എന്താ വാട്ടർ വേപ്പറിന് സംഭവിക്കുന്നത്? അത് തണുക്കൂലേ, തണുത്തിട്ട് വെള്ളമായിട്ട് മാറും. ഇറ്റ്സ് ഗെറ്റ്സ് കോൾഡ് ആൻഡ് ബിക്കംസ് വാട്ടർ അല്ലേ. അത് വെള്ളമായിട്ടാണ് മാറുക. ആ വാട്ടറിന് നമുക്ക് എവിടെ കളക്ട് ചെയ്യാം? ഈ ഫ്ലാസ്കിൽ കളക്ട് ചെയ്യാം. ഡിസ്റ്റിലേഷനിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന മെത്തേഡ് എന്തായിരുന്നു? നമ്മുടെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കമ്പണൻ്റ് ഉണ്ടായിരുന്നു അല്ലെ, ഇവാപ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പണൻറ്റും. അത് വാട്ടർ ഇവാപ്രേറ്റ് ചെയ്യും, സോൾട്ടിന് ആ നേച്ചർ ഇല്ല. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തത്. നോക്കിക്കേ, വെൻ വൺ കമ്പണൻറ്റ് ഓഫ് മിക്സ്ചർ ഈസ് വോളറ്റൈൽ ആൻഡ് ദ അതർ ഡു നോട്ട് വേപ്പറൈസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ then they can be separated by distillation. ഇപ്പോൾ ഡിസ്റ്റിലേഷൻ നമുക്ക് എവിടെ ഉപയോഗപ്പെടുത്താം? ഒരെണ്ണം എന്താവണം? വോളറ്റൈൽ ആവണം. ഒരെണ്ണം വേപ്പറൈസ് ചെയ്യുന്നതും ഒരെണ്ണം എന്തായിരിക്കണം? ഡസ് നോട്ട് വേപ്പറൈസ്. അത് വേപ്പറൈസ് ചെയ്യാൻ പറ്റില്ല. ആ സാഹചര്യത്തിൽ വേപ്പറൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി നോക്കിക്കേ, if the components of a mixture process a large difference in their boiling points, they can be separated by distillation. നമ്മളൊരു മിക്സ്ചർ എടുത്തു. ഈ മിക്സ്ചറിനകത്ത് 2 കമ്പണൻസ് ഉണ്ടെന്ന് വെച്ചോ. 2 കമ്പണൻസ് ആണ് ഉള്ളത്. ഈ 2 കമ്പണൻസിൻ്റെയും ബോയിലിംഗ് പോയിന്റ്, അതായത് ബോയിലിംഗ് പോയിന്റിന് തമ്മിൽ എന്തുണ്ട്? നല്ല ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ബോയിലിംഗ് പോയിന്റിലെ ഡിഫറൻസ് വഴി നമുക്ക് കമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാം. എങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? നമ്മളിവിടെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ മിക്സ്ചറിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ മിക്സ്ചർ എന്ത് ചെയ്യും? ആദ്യം വേപ്പറൈസ് ചെയ്യും അല്ലേ. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് അതിനെ കളക്ട് ചെയ്യും. ഒരു ഫ്ലാസ്ക് എടുത്ത് ആ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ മിക്സ്ചറിനെ നമ്മൾ ആദ്യം കളക്ട് ചെയ്യും. ഇനിയും നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ ബോയിലിംഗ് പോയിന്റ് കൂടിയ മിക്സ്ചർ എന്താവാൻ തുടങ്ങും? ബോയിൽ ആവാൻ തുടങ്ങും അല്ലെ. അത് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ഫ്ലാസ്ക് വഴി അതിനെ കളക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ 2 മിക്സ്ചറിനെയും ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസിൽ കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞ ബോയിലിംഗ് പോയിന്റിൽ ലാർജ് ഡിഫറൻസ് ഉള്ള ഒരു മിക്സ്ചറിന് എക്സാമ്പിളാണ് മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് അസറ്റോൺ. വാട്ടറും അസറ്റോണും ചേർന്നൊരു മിക്സ്ചർ. ഇതിൽ നമുക്കറിയാം വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അസറ്റോണിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. നോക്കിക്കേ, 2 ബോയിലിംഗ് പോയിന്റ് തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ട്. സോ വി ക്യാൻ യൂസ് ദ പ്രോസസ് ഡിസ്റ്റിലേഷൻ ടു സെപ്പറേറ്റ് ദിസ് മിക്സ്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? ആ മിക്സ്ചറിനെ നമ്മൾ എടുക്കും, അതിന് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ അസറ്റോൺ എന്താവും? ആദ്യം ബോയിൽ ചെയ്യാൻ തുടങ്ങും, അത് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും, അത് നമ്മൾ കളക്ട് ചെയ്യും. ദെൻ പിന്നെ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടറും അതേപോലെ ബോയിലാവും. അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇവാപറേറ്റ് ആവുന്ന വാട്ടറിനെ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യും. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ സാധാരണയുള്ള ഓർഡിനറി വാട്ടറിൽ കുറേ മിനറൽസ് ഡിസോൾവ് ആയിട്ടുണ്ടാവും അല്ലേ. അതിനകത്ത് കുറേ മിനറൽസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ കണ്ടിട്ടുണ്ടാവില്ലേ. നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഒരു പൊടിയായിട്ടാണ് ചിലപ്പോൾ കിട്ടുക. അപ്പം അതൊരു മിക്സ് ചെയ്തിട്ട് മരുന്നാക്കാനുള്ള വെള്ളം അതിൻ്റെ കൂടെ തന്നെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ ആ മരുന്നിൻ്റെ കൂടെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ നമ്മൾ സ്റ്റോറേജ് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന വാട്ടർ, ഇതെല്ലാം ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ് പറയാം. ഈ ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തുണ്ടാവില്ല? സാധാരണ വാട്ടറിൽ കാണുന്ന മിനറൽസ് ഒന്നും ഉണ്ടാവില്ല. ഈ മിനറൽസിനൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിച്ച പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ ആണ്. സോ ഓർഡിനറി വാട്ടർ കണ്ടെയ്ൻസ് മെനി മിനറൽസ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്. ദ ഡിസ്റ്റിൽഡ് വാട്ടർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇഞ്ചക്ഷൻ and in storage batteries produced by separating these minerals through distillation. അപ്പോൾ നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സ് വഴി എന്ത് ചെയ്യും? അതിലുള്ള മിനറൽസിനെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കുക. സോ നമ്മൾ പറഞ്ഞു ലാർജ് ബോയിലിംഗ് പോയിന്റ്സ് ആണ് കമ്പണൻസിൻ്റെ മിക്സ്ചേഴ്സിലുള്ളതെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് യൂസ് ചെയ്യാം. ബട്ട് ഇഫ് ദ ബോയിലിംഗ് പോയിന്റ്സ് ഹാവ് വെരി സ്മോൾ ഡിഫറൻസ്, ബോയിലിംഗ് പോയിന്റ്സ് തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ എങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഡിസ്റ്റിലേഷന് പറയുന്ന പേര് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നാണ്. ഇഫ് ദ ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ദ കമ്പോണൻസ് ഹാവ് വെരി സ്മോൾ ഡിഫറൻസസ് ദെൻ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ക്യാൻ ബി യൂസ് ടു സെപ്പറേറ്റ് ദം. അതിൻ്റെയാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഫിഗർ. അപ്പോൾ ഈ ഫ്ലാസ്കിനകത്ത് നമ്മൾ എന്തെടുത്തിട്ടുണ്ടാവും? ആ മിക്സ്ചർ എടുത്തിട്ടുണ്ടാവും.
ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മിക്സ്ചറിലെ കമ്പണൻസിൻ്റെ പ്രത്യേകത എന്താണ്? അത് രണ്ടും തമ്മിൽ ബോയിലിംഗ് പോയിന്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ നമ്മൾ വാട്ടറിൻ്റെയും അസറ്റോണിൻ്റെയും കണ്ടു അല്ലേ, ഒന്നിന് 100ഉം ഒന്നിന് 56ഉം ആയിരുന്നു. അത് തമ്മിൽ ബോയിലിംഗ് പോയിന്റിൽ ലാർജ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, അത്രയും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്യുക. ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ നേരത്തെ പോലെ തന്നെയാണ് എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യുമ്പം ആദ്യം എന്ത് ചെയ്യും, ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞത് വേപ്പറൈസ് ചെയ്ത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത് എന്ത് ചെയ്യും, അത് കൂടിയത് നമുക്ക് അതേപോലെ കളക്ട് ചെയ്യാം. ബോയിലിംഗ് പോയിന്റ് കൂടിയ മിക്സറിന് എന്ത് ചെയ്യും, സാധാരണ പോലെ വേപ്പറൈസ് ചെയ്യും. അതിന് നമ്മൾ വേറൊരു ഫ്ലാസ്ക് വെച്ചിട്ട് കളക്ട് ചെയ്യും. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത് ഏത് മിക്സ്ചറിനെയാണ്, എത്തനോളിൻ്റെയും അതുപോലെ മെത്തനോളിൻ്റെയും ഒരു മിക്സ്ചറിനെയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. എത്തനോളിൻ്റെയും മെത്തനോളിൻ്റെയും മിക്സ്ചറിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ടിൻ്റെയും ബോയിലിംഗ് പോയിന്റ് തമ്മിൽ സ്മോൾ ഡിഫറൻസേ ഉള്ളൂ. എത്തനോളിനാണെങ്കിൽ 78 ഡിഗ്രി സെൽഷ്യസും മെത്തനോളിനാണെങ്കിൽ 65 ഡിഗ്രി സെൽഷ്യസുമേ ഉള്ളൂ ബോയിലിംഗ് പോയിന്റ്. അത് മാത്രമല്ല രണ്ടും എന്താണ്, മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആണ്. ഈ ലിക്വിഡ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ മിക്സ്ചറിന് സെപ്പറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ മെത്തേഡാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട മെത്തേഡിൽ നിന്ന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ്റെ പ്രത്യേകത എന്താണ്? ഹിയർ വി ആർ യൂസിങ് ആൻ അഡീഷണൽ എക്യുപ്മെൻറ്റ് കോൾ ഫ്രാക്ഷനേറ്റിംഗ് കോളം അല്ലേ. നമ്മളിവിടെ ഒരു അഡീഷണൽ എക്യുപ്മെൻറ്റ് കാണുന്നുണ്ട്. നേരത്തേൽ എന്തുണ്ടായിരുന്നില്ല, ഒരു റൗണ്ട് ഫ്ലാസ്ക് ഉണ്ട്, നേരെ കണ്ടൻസർ ഉണ്ട്, വേറൊരു ഫ്ലാസ്കിൽ കളക്ട് ചെയ്യും, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. പക്ഷെ ഇവിടെ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ലിക്വിഡ് വേപ്പേഴ്സ് ആയിട്ട് മാറുമല്ലോ. ഈ വേപ്പേഴ്സ് ഏതിലൂടെ കടന്നു പോകും, ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെയാണ് ഫസ്റ്റ് പോവുക അല്ലേ. അപ്പം അതുവഴി പോകുമ്പോൾ അതിനെന്ത് സംഭവിക്കും, ലിക്വിഫേഷനും വേപ്പറൈസേഷനും റിപ്പീറ്റഡ് ആയിട്ട് നടക്കും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അതെന്ത് ചെയ്യും, ലിക്വിഫേഷനും വേപ്പറൈസേഷനൊക്കെ നടന്ന് എങ്ങോട്ട് പോകും, നേരെ കണ്ടൻസറിലേക്ക് പോകും. കണ്ടൻസറിലേക്ക് പോയിട്ട് എന്ത് സംഭവിക്കും, അത് തണുത്ത് അത് ലിക്വിഡായിട്ട് എവിടെ കളക്ട് ചെയ്യും, ഈ ഫ്ലാസ്കിൽ കളക്ട് ചെയ്യും. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ മെത്തനോൾ എന്ത് ചെയ്യും, ആദ്യം ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളം വഴി കടക്കും, അതിങ്ങനെ പോയി കണ്ടൻസർ വഴി പോയിട്ട് ഇവിടെ എന്ത് ചെയ്യും, എത്തനോളിനെയല്ല മെത്തനോളാണ് ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞത്. അപ്പോൾ മെത്തനോളിനെ നമുക്ക് ആദ്യം ഇവിടെ കളക്ട് ചെയ്യാം. ദെൻ ബാക്കിയുള്ള എന്താണ്, എത്തനോളാണ്. എത്തനോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് തന്നെ 78 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യും, ഒരു സെപ്പറേറ്റ് ഫ്ലാസ്ക് ഉപയോഗിച്ചിട്ട് കളക്ട് ചെയ്യാം. നോക്കിക്കേ, when vapors of a mixture pass through the fractionating column, repeated liquefaction and vaporization takes place. Subsequently, the vapors of low boiling point methanol enter the condenser from the fractionating column, condense to liquid and gets collected to the round bottom flask first എന്ത് ചെയ്യും, ആ മെത്തനോളിൽ ബോയിലിംഗ് പോയിന്റ് കുറവായതുകൊണ്ട് മെത്തനോൾ ആണ് ആദ്യം എന്തായിട്ട് മാറുക, ലിക്വിഡായിട്ട് ഇവിടെ കളക്ട് ചെയ്യാം. Similarly, ethanol with higher boiling point can be collected in another round bottom flask. നമ്മൾ ഈ ഫ്ലാസ്ക് മാറ്റി വേറൊരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് വെച്ചിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ലിക്വിഡിനെയും കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തനോളിനെയും മെത്തനോളിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ക്രൂഡ് ഓയിൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ക്രൂഡ് ഓയിൽ നിന്നാണ് നമ്മൾ പെട്രോളും ഡീസലും കെറോസിനും ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ക്രൂഡ് ഓയിൽ which is drilled out from the depth of earth is a mixture of hydrocarbons which do not have much difference in their boiling points. ബോയിലിംഗ് പോയിന്റിൽ വലിയ ഡിഫറൻസ് ഇല്ലാത്ത ഹൈഡ്രോകാർബൺസിൻ്റെ മിക്സ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. നമ്മൾ എർത്തിൻ്റെ ഭൂമി കുഴിച്ചിട്ടാണ് എർത്തിൻ്റെ ഡെപ്തിൽ നിന്നാണ് എന്ത് ചെയ്യുക, ക്രൂഡ് ഓയിൽ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എന്തൊക്കെ എടുക്കുന്നത്, പെട്രോള്, ഡീസല്, കെറോസിൻ, നാഫ്ത തുടങ്ങിയ കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോസസ്സിനെയാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ്. ബോയിലിംഗ് പോയിന്റിലെ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്രൂഡ് ഓയിലിനകത്തുനിന്ന് ലൂബ്രിക്കേറ്റിംഗ് ഓയിലും ഹെവി ഓയിലും കെറോസിനും പെട്രോളിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഈസ് സെപ്പറേഷൻ യൂസിങ് എ സെപ്പറേറ്റിംഗ് ഫണൽ. ഇതുപോലെ സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യും. അതിനൊരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിലൊക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ആ എക്സ്പെരിമെൻറ്റിൽ നോക്കിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിൽ 1/4 ഓഫ് എ ബോട്ടിൽ വിത്ത് കെറോസിൻ. നമ്മളൊരു ബോട്ടിൽ എടുക്കുക, ആ ബോട്ടിലിൻ്റെ ഒരു 1/4 ഭാഗം കെറോസിൻ മണ്ണെണ്ണ ഒഴിക്കുക. ദെൻ പോർ ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ഇറ്റ്. നമ്മളെടുത്ത മണ്ണെണ്ണ ഒഴിച്ച അത്രയും പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് വെള്ളം ഒഴിച്ചു. ദെൻ നന്നായിട്ട് ബോട്ടിൽ ഷെയ്ക്ക് ചെയ്യാം. അതിനെ നമ്മൾ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എന്താ ഒബ്സർവ് ചെയ്യാൻ പറ്റുക, ഈ വാട്ടറും മണ്ണെണ്ണയും കലർന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അത് മിക്സ് ആയിട്ടുണ്ടാവോ? ഇല്ല അല്ലേ. വി ക്യാൻ സീ 2 ലെയേഴ്സ്. ഏതൊക്കെ ലെയേഴ്സ് നമ്മൾ കാണും? മുകൾ ഭാഗത്തായിട്ട് നമ്മൾ കെറോസിൻ്റെ ഒരു ലെയർ കാണും, താഴ്ഭാഗത്തായിട്ട് നമ്മൾ എന്ത് കാണും, വാട്ടറിൻ്റെ ഒരു ലെയർ കാണും.
അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തത്? നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? ആ ലിക്വിഡ്സിൻ്റെ പ്രത്യേകതയാണ് അല്ലേ, മണ്ണെണ്ണയെ പോലെയല്ല വാട്ടർ ഉള്ളത് അല്ലേ. കെറോസിൻ ആൻഡ് വാട്ടർ ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി അല്ലേ. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ മിക്സേഴ്സിന് ഇങ്ങനെ ലെയേഴ്സ് ആക്കിയിരിക്കുന്നത്. ഇനി എന്താക്കാം, ഇതുപോലെയുള്ള സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചിട്ട് ഈ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആണല്ലോ, ഈ ലെയേഴ്സിലെ ഓരോ മിക്സേഴ്സിനെയും ഓരോ കമ്പോണൻസിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നോക്കിക്കേ, ഇവിടെ എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക? നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്ത് തന്നെ നോക്കാം. വാട്ടറും കെറോസിനും ചേർന്ന മിക്സർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? 2 ലെയേഴ്സോ അല്ലേ. ഈ കെറോസിൻ്റെ ഒരു ലെയർ അപ്പറിലും വാട്ടറിൻ്റെ ലെയർ ബോട്ടത്തിലും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു സെപ്പറേറ്റീവ് ഫണൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടറിനെയും കെറോസിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയത്? വാട്ട് ഈസ് ദ റീസൺ? വിച്ച് ലിക്വിഡ് ഈസ് സീൻ അറ്റ് ദ ബോട്ടം ആൻഡ് വൈ? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മൾ എന്ത് റീസൺ കൊണ്ടാണ് ഇതിനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തത്? നമുക്കറിയാം, കെറോസിൻ ആൻഡ് വാട്ടർ ഹാവ് ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി അല്ലേ. 2 ലിക്വിഡിനും ഒരേ ഡെൻസിറ്റി ആണോ? അല്ല, നമുക്കറിയാം രണ്ടിനും ഡിഫറെൻറ്റ് ഡെൻസിറ്റീസ് ആണ്. ഏതാണ് ഹെവിയർ ലിക്വിഡ്? ഹെവിയർ ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടറാണ്. കെറോസിൻ എന്ന് പറയുന്നത് ലൈറ്റർ ആയിട്ടുള്ളൊരു ലിക്വിഡാണ്. ഇപ്പോൾ ലൈറ്റർ ആയിട്ടുള്ള ലിക്വിഡ് അപ്പർ ലെയർ ആയിട്ടും ഹെവിയർ ആയിട്ടുള്ള ലിക്വിഡ് ലോവർ ലെയർ ആയിട്ടുമായിരിക്കും ഫോം ചെയ്യാം. ഇപ്പോൾ കെറോസിൻ എന്താണ്, വാട്ടറിനേക്കാളും ഡെൻസ് ആയതുകൊണ്ട് തന്നെ കെറോസിൻ ടോപ്പ് ലെയർ ആയിട്ട് ഫോം ചെയ്യും. വാട്ടർ എന്താണ്, ഹെവി ആയതുകൊണ്ട് ബോട്ടത്തിലാണ് കാണാം. അതാണ് അതിൻ്റെ റീസൺ. ദെൻ വാട്ട് ഈസ് സെപ്പറേറ്റിംഗ് ഫണൽ? നമ്മളിപ്പോൾ കണ്ട സെപ്പറേറ്റിംഗ് ഫണൽ എന്താണ്? സെപ്പറേറ്റിംഗ് ഫണൽ ഈസ് ആൻ അപ്പാരറ്റസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ഫ്രം ദ മിക്സ്ചർ. ഇമ്മിസിബിൾ ആയിട്ടുള്ള, പരസ്പരം കലരാത്ത ലിക്വിഡ്സിനെ അതിൻ്റെ മിക്സ്ചറിന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിന് പറയുന്ന പേരാണ് സെപ്പറേറ്റിംഗ് ഫണൽ. The next separating method is sublimation. Sublimation ഒരു separating method ആയിട്ടല്ല നമ്മൾ പഠിച്ചത് അല്ലേ, ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. Sublimation is the process in which when a solid get heated, നമ്മൾ സോളിഡിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ it directly changes into gas without forming liquid അല്ലേ. ലിക്വിഡായിട്ട് മെൽറ്റ് ചെയ്യാതെ അത് എന്തായിട്ട് മാറുന്നു? ഗ്യാസ് ആയിട്ട് മാറുന്നു. നമ്മൾ സോളിഡ് അയഡിൻ്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞാണ്. അയഡിൻ എന്തായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു? അയഡിൻ ഗ്യാസ് ആയിട്ട്, അയഡിൻ വേപ്പേഴ്സ് ആയിട്ട് മാറിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. Then this process അല്ലെങ്കിൽ this method can be used to separate components from a mixture. അപ്പം അങ്ങനെ നമുക്ക് ഈ സബ്ലിമേഷൻ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസിൽ നിന്ന് മിക്സ്ചറിന് കമ്പോണൻറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ദ പ്രോസസ് ഇൻ വിച്ച് എ സോളിഡ് വെൻ ഹീറ്റഡ് ചേഞ്ചസ് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ് വിത്തൗട്ട് മെൽറ്റിംഗ് ഇൻ ടു ലിക്വിഡ് ഈസ് കോൾഡ് sublimation. This method can be used to separate the components which have the property of sublimation from the mixture. ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മിക്സ്ചറിന് എക്സാമ്പിൾ ആണ് എന്ത്? അമോണിയം ക്ലോറൈഡ് ആൻഡ് സാൻഡിൻ്റെ മിക്സ്ചർ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സാൻഡ്. ഇങ്ങനെയുള്ളൊരു മിക്സ്ചർ നമ്മൾ ഇതുപോലൊരു ചൈന ഗ്ലാസ്സിൽ എടുത്തു. ഇത് മിക്സ്ചറാണ്. അതായത് അമോണിയം ക്ലോറൈഡ് മാത്രമല്ല, അതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ട്? സാൻഡും ഉണ്ട്. സാൻഡ് പ്ലസ് അമോണിയം ക്ലോറൈഡ് ആണ് നമ്മുടെ മിക്സ്ചർ. ഇനി ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അമോണിയം ക്ലോറൈഡിന് എന്തിനുള്ള പ്രോപ്പർട്ടി ഉണ്ട്? സബ്ലിമേഷൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഈ അമോണിയം ക്ലോറൈഡ് എന്തായിട്ട് മാറും? സോളിഡ് ആയിട്ടുള്ളത് നേരെ അതിൻ്റെ വേപ്പറായിട്ട് മാറും അല്ലേ. വേപ്പറായിട്ട് മാറും. ആ വേപ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മൾ സബ്ലിമേഷനിൽ ചെയ്യുന്ന പോലെ വേപ്പേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഇവിടെ എന്ത് റിമൈൻ ചെയ്യും? ഇവിടെ ബാക്കിയുള്ളത് സാൻഡ് മാത്രമായിരിക്കും. അങ്ങനെ ആ മിക്സ്ചറിൽ നമുക്ക് അമോണിയം ക്ലോറൈഡിനെയും അതുപോലെ സാൻഡിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. തേർഡ് ഈസ് സെൻട്രിഫ്യൂഗേഷൻ. ഈ മെത്തേഡിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പോണൻസിൻ്റെ ഡിഫറൻസ് ഇൻ മാസിനെ ബേസ് ചെയ്തിട്ടാണ്. പാർട്ടിക്കിൾസിൻ്റെ മാസിലുള്ള ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ക്ലിനിക്കൽ ലബോറട്ടറീസിൽ നമ്മുടെ ബ്ലഡ് സാമ്പിൾസിൽ നിന്ന് ബ്ലഡ് സെൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ചില കെമിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുമ്പം പെട്ടെന്ന് പെർസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗേഷനാണ്. സെൻട്രിഫ്യൂഗേഷനിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചെയ്യേണ്ട സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ട്യൂബിലെടുക്കും. ടെസ്റ്റ് ട്യൂബിലെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ടെസ്റ്റ് ട്യൂബിനെ ഫിക്സ് ചെയ്യും. എന്ത് ചെയ്യുന്നുണ്ട്? ഈ സെൻട്രിഫ്യൂഗിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ട്. സെൻട്രൽ പോയിന്റ് വെച്ച് നമുക്ക് ഇങ്ങനെ അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആ സെൻട്രൽ പോയിന്റ് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബ്സിനെ നന്നായിട്ട് എന്ത് ചെയ്യും? സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ ഹയർ മാസുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഈ സെൻറ്ററിന് എവേ ആയിട്ടും
ഇനി ലോവർ മാസ്സിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, സെൻറ്ററിന് അടുത്തായിട്ടും വന്ന് കിടക്കും. അതിനെയാണ് അങ്ങനെ ഹയർ മാസിൻ്റെയും ലോവർ മാസിൻ്റെയും ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യും. ഈ മെത്തേഡ് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗേഷൻ. നോക്കിക്കേ, ദിസ് ഈസ് എ മെത്തേഡ് ഫോർ സെപ്പറേറ്റിംഗ് components from a mixture based on the difference in mass of their particles. This method is used in clinical laboratories to separate blood cells from blood samples and also for the quick separation of the precipitate obtained during chemical experiments. ചില സമയത്ത് കെമിക്കൽ എക്സ്പീരിമെൻസിൻ്റെ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് പെർസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ആവശ്യപ്തം, അവിടെ ഉണ്ടാകുന്ന പെർസിപ്പിറ്റേറ്റിനൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വിക്ക് സെപ്പറേഷനൊക്കെ നടത്താൻ എളുപ്പ മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ. അതുപോലെ ബ്ലഡ് സെൽസിന് പെട്ടെന്ന് ബ്ലഡ് സാമ്പിൾസിന് സെൽസ് വേർതിരിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ പ്രയോജനപ്പെടുത്താം. The liquid containing the sample is taken in a test tube and is rotated about the central point of the instrument. ഇവിടെ ഇൻസ്ട്രുമെൻറ്റിന് ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ട്, ഒരു ഹാൻഡിൽ പോലത്തെ ഒരു ഭാഗമുണ്ട്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. The particles with higher mass then get separated away from the center and those with lower mass remain closer to the center. ഹയർ മാസ് സെൻറ്ററിന് എവേ ആയിട്ടും ലോവർ മാസ് ഉള്ളത് സെൻറ്ററിന് അടുത്തായിട്ടും വരും. ദെൻ നോക്കിക്കേ, ഈ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് തന്നെയാണ് നമ്മൾ കേർഡിൽ നിന്നും ബട്ടർ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് സെൻട്രിഫ്യൂജ്. ഈ സെൻട്രിഫ്യൂജിൽ നോക്കിക്കേ, ഇതുപോലെ ഒരു ഹാൻഡിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട സാമ്പിൾ ഇതുപോലെ ടെസ്റ്റ് ട്യൂബിലാക്കി വെക്കും. ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, മാസിനനുസരിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. To separate insoluble particles in a liquid mixture on the basis of their mass difference, centrifuge is used. This process is known as centrifugation. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂജ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സാണ് സെൻട്രിഫ്യൂഗേഷൻ. ദിസ് മെത്തേഡ് ഇസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം curd. Then our next method is chromatography. Chromatography എന്ന് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു എക്സ്പെരിമെൻ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുക്കാം. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫിൽറ്റർ പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിക്ചറിൽ കാണുന്ന പോലെ അതിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം ഈ എൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വാട്ടറിലേക്ക് ഇറക്കി വെക്കുക ചെയ്യുന്നത്. വാട്ടറിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, മെല്ലെ നമ്മൾ ഫിൽറ്റർ പേപ്പർ ഉയർത്തുന്നതിനനുസരിച്ചിട്ട് ആ ഡോട്ട് ഇതിൻ്റെ കളർ ഇങ്ങനെ ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കളേഴ്സ് ഇങ്ങനെ കാണാൻ പറ്റും. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രൊമാറ്റോഗ്രഫി. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞ മെത്തേഡാണ്. നോക്കിക്കേ, ക്രൊമാറ്റോഗ്രഫി ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു സെപ്പറേറ്റ് മോർ ദാൻ വൺ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ ദ സെയിം സോൾവെൻറ്റ്. ഒരു സോൾവെൻറ്റിൽ ഒന്നിലേറെ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. ഈ മെത്തേഡ് ആദ്യം കളേർഡ് സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് അതിനെ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് വാസ് ഫസ്റ്റ് എംപ്ലോയ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് കളേർഡ് സബ്സ്റ്റൻസസ് ആൻഡ് ഹെൻസ് ദിസ് നെയിം കോൾഡ് ക്രൊമാറ്റോഗ്രഫി. ദെൻ ദ ബേസിസ് ഓഫ് ക്രൊമാറ്റോഗ്രഫി ഈസ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, ക്രൊമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത്. എന്താണ് അഡ്സോർപ്ഷൻ, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാപ്പിലാരിറ്റി എന്താണെന്നറിയാലോ. ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ലിക്വിഡ്സ് മൈക്രോപോസിലൂടെ ഉയർന്നു വരുന്ന, റൈസ് ചെയ്ത് വരുന്ന ഫിനോമിനെ പറയുന്ന പേരാണ് ക്യാപ്പിലാരിറ്റി. ക്യാപ്പിലാരിറ്റി ഈസ് എ ഫിനോമിനൻ ബൈ വിച്ച് ലിക്വിഡ്സ് റൈസ് ത്രൂ മൈക്രോപോസ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷൻ. നമ്മുടെ ഫിൽറ്റർ പേപ്പർ, നമ്മൾ ചെയ്ത എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു, ഒരു ബീക്കറിൽ വാട്ടർ എടുത്തതിന് ശേഷം എന്ത് ചെയ്തു, കുറച്ച് വെള്ളം എടുത്തു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫിൽറ്റർ പേപ്പർ ഡിപ്പ് ചെയ്തു അല്ലേ. ആ ഫിൽറ്റർ പേപ്പറിൻ്റെ അറ്റത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പൊക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിച്ചു, ഫിൽറ്റർ പേപ്പറിൽ ഇങ്ങനെ കളേഴ്സ് വന്നു. അതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങനെയാണ് ഈ കളർ വന്നത്? ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് മൂവ് അലോങ് വിത്ത് ദ സോൾവെന്റ് which rises through the micropores in the filter paper. ഈ ഫിൽറ്റർ പേപ്പറിനകത്ത് എന്തുണ്ട്, മൈന്യൂട്ട് പോസ് ഉണ്ട് അല്ലേ. ഈ മൈന്യൂട്ട് പോസ് വഴി എന്ത് ചെയ്യും, വാട്ടറിനനുസരിച്ചിട്ട് ഈ സോല്യൂട്ട് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഇനി എന്താ നമുക്ക് അറിയാവുന്നൊരു കാര്യം, നമ്മുടെ ഫിൽറ്റർ പേപ്പറും ഈ സോല്യൂട്ട് പാർട്ടിക്കിൾസ് തമ്മിൽ എന്തുണ്ടാവും, ഒരു അട്രാക്ഷൻ ഉണ്ടാവും അല്ലേ. ഡ്യൂ ടു ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ഫിൽറ്റർ പേപ്പർ ആൻഡ് സോല്യൂട്ട് പാർട്ടിക്കിൾസ് ദേ ഗെറ്റ് അറ്റാച്ച് ടു ദ സർഫസ് ഓഫ് ദ ഫിൽറ്റർ പേപ്പർ. ഈ സോല്യൂട്ട് പാർട്ടിക്കിൾസും അതുപോലെ ഫിൽറ്റർ പേപ്പറിൻ്റെ പാർട്ടിക്കിൾസും തമ്മിലുള്ള അട്രാക്ഷൻ കാരണം എന്ത് ചെയ്യും, അത് ഈ ഫിൽറ്റർ പേപ്പറിൻ്റെ സർഫസുമായിട്ട് എന്തായിരിക്കും, അറ്റാച്ച് ആയിട്ട് നിൽക്കും.
ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? അഡ്സോർപ്ഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ആ പ്രോസസ്സ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഈ ക്രൊമാറ്റോഗ്രഫി നടക്കുന്നത്. Then particles are separated on the surface of filter paper on the basis of the difference in rate of adsorption. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കളറിനനുസരിച്ചിട്ട് ഓരോന്നും തമ്മിൽ എന്തായിരിക്കും? ഡിഫറെൻറ്റ് അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി ആയിരിക്കും അല്ലെ? ആ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ റേറ്റിലെ ഡിഫറൻസിനനുസരിച്ച് നമുക്ക് ഓരോ കളേഴ്സിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ മെത്തേഡ് നമ്മൾ പറയുന്ന പേരാണ് ക്രൊമാറ്റോഗ്രഫി. ദെൻ നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ടു സെപ്പറേറ്റ് കമ്പണൻസ് ഫ്രം ഡൈസിൽ നിന്ന് അതിൻ്റെ കമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുക. ടു സെപ്പറേറ്റ് പോയ്സണസ് സബ്സ്റ്റൻസസ് മിക്സ്ഡ് വിത്ത് ബ്ലഡ്. നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും പോയ്സണസ് ആയ സബ്സ്റ്റൻസ് മിക്സ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലെ എല്ലാ പോർഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്ത്. ഇനി നമുക്കിതിനൊരു പാർട്ട് കൂടി ഉണ്ടാവും, നമ്മുടെ ലേറ്റസ്റ്റ് സക്സസ് പാർട്ട്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ബാക്കി സബ്ജക്ട്സിൻ്റെ വീഡിയോസൊക്കെ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.